ഞാന് പാലായിന്നാ വിളിക്കുന്നത്. ജോർജ് കുട്ടി. ഞാൻ വിളിക്കാന്ന് വെച്ചാൽ ഞാൻ ഈ പ്രതികരിച്ചും അടുത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് പ്രതികരിച്ചാൽ കൊള്ളാമെന്ന്. കാരണം ഈ 2020 അവരുടെ പിന്തുണ മനസ്സിലായിട്ടില്ല. ജനപിന്തുണ പാലായിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലായിലുണ്ട്. പള്ളിപ്പെരുന്നാൾ ഓരോരുത്തരോട് ചോദിച്ചാൽ 10 7 8 പേരും ഏത് രാഷ്ട്രീയ പാർട്ടി പെട്ടവരും പറയുന്നത് 2020 വരണമെന്നാ. സാബുവിനെ വിശ്വാസവും എല്ലാവർക്കും. ഇവര് വേണ്ട രീതിയിലൊന്ന് കളിച്ചാൽ മതി. സാബു പറഞ്ഞ് ഇവരുടെ ഇറങ്ങിക്കളി കുറവാന്ന് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഒന്നാമത്തെ അവിടെയുള്ള സാമാന്യം വിവരമുള്ളവരാ. എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇവരെ കോൺഗ്രസിനെയും വേണ്ട, ഒന്നാം തരം കോൺഗ്രസ്സുകാരാ. അവര് പറയുന്നത് കോൺഗ്രസ് വേണ്ടെന്നാ. കാരണം CPM വേണ്ട, കോൺഗ്രസിനെയും വേണ്ട, BJP യെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ സാബു ജേക്കബിനൊന്നും അവിടെ പിന്തുണ മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഈ അഴിമതി ഒന്ന് പറയാം. സാബു ജേക്കബ് പറഞ്ഞു 10 വർഷം കൊണ്ട് നന്നാക്കാന്ന്. വേണ്ട, ഈ അഴിമതി ഉണ്ടല്ലോ ഒരു 80% കുറക്കാമെങ്കിൽ 5 വർഷം കൊണ്ട് കേരളത്തിനെ അവർക്ക് രക്ഷപ്പെടുത്താം. ഉറപ്പ് ഞാൻ പറയും. ഒരു റോഡ് പണിതാൽ എനിക്കൊരു അനുഭവമുണ്ട്. ഒരു ചെറിയ വാക്കി പറയാം. 2004 ചരള കൊച്ചുപറമ്പ് റോഡെന്ന് പറഞ്ഞു എന്റെ വീട്ടിലോട്ടുള്ള റോഡ്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ നാട്ടുകാരുടെ കൊച്ചുപറമ്പെന്നാ വിട്ടുവരെങ്കിലും അവിടെ 2 ലക്ഷം രൂപ KM മാണി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധി അനുവദിച്ചു. അതിന്റെ കണ്ണൂരായിട്ട് എന്നെ വെച്ചു. അപ്പോളേ ഈ 2 ലക്ഷം രൂപയിൽ കോൺട്രാക്ടർ പറയുന്നത് 68,000 രൂപയുടെ പണിയേ നടക്കുള്ളൂ. ബാക്കി 50,000 രൂപ പാർട്ടിക്ക് കൊടുക്കണം. ബാക്കി കുറച്ച് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. ഇത് ലൈവായിട്ടൊന്ന് വിട്ടോ. സമ്മതിച്ചില്ല. പാലാ പൊൻകുന്നം, പാല മൂവാറ്റുപുഴ, പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ തടയിൽ പൂവരണിയില് ചരള കൊച്ചുപറമ്പ് റോഡുണ്ട്. അവിടുന്ന് ഹൈവേയും തുടങ്ങുന്നത് അന്ന് ഞാനായിരുന്നു കൺവീനർ. 2004 പണിതാ. ഇപ്പോഴും ഉണ്ടല്ലോ ഒരു മിറ്റിൽ പോലും മുങ്ങിയിട്ടില്ല. അന്ന് ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ അന്നുണ്ടല്ലോ അന്നത്തെ CPM-കാര് അവര് ഡീസന്റ് ആയിരുന്നു. ഇന്നത്തെ CPM അല്ല അന്നത്തെ. അവരെന്നെ സഹായിച്ചു. അവര് പേപ്പറെല്ലാം ശരിയാക്കി തന്നു. കോട്ടയം DRDA തൊട്ട് പാലാ ബ്ലോക്കിലെ തൊട്ട് അവർ ശരിയാക്കി തന്നു. അന്ന് ഞാനത് അന്തസ്സായിട്ട് ചെയ്തു. എന്റെ പേര് ഇന്നും അവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ചെയ്തത് 3 4 5 പ്രാവശ്യമായി. എന്നാന്ന് ചോദിച്ചാൽ കിറ്റക്സുകാരുടെ തത്വം ഒന്നും ശരിയാണ്. റോഡ് പണിത് 20 വർഷം കിടന്നാല് പിന്നീട് ഫണ്ടൊന്നും വേണ്ട. ആ സ്ഥാനത്ത് 2 വർഷം കൂടുമ്പോൾ റോഡ് പണിതാല് ഇതുപോലെ പോകും. അപ്പം നമ്മുടെ പൈസ മുടക്കുന്ന ഗവൺമെന്റിന്റെ നികുതി പണം വേണ്ട രീതിയിൽ വിനിയോഗം ചെയ്ത് അഴിമതി ഇല്ലാതെ വിനിയോഗം ചെയ്താൽ 5 വർഷം കൊണ്ട് കേരളം രക്ഷപ്പെടും അവർ ഭരിച്ചാൽ. കാരണം അനുഭവം ഉള്ളവനെ ഞാൻ. ആ റോഡ് എന്റെ വീട്ടിലുള്ള റോഡിന്റെ 2 ലക്ഷം രൂപ അടയ്ക്ക് പണിത റോഡ് 2004 പണിത റോഡ് ഇതുവരെ 20 വർഷമായി ഒരു മിറ്റിൽ പോലും മുങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് അതിന്റെ മുകളിലോട്ടൊക്കെ പണിതു. അത് ഞാൻ ഇടപെട്ടില്ല കേട്ടോ. എന്നാന്നറിയാവോ? ഇടപെട്ടാൽ ഉമ്മമാര് പറഞ്ഞു കൊച്ചുപറമ്പൻ ഉണ്ടോന്ന് ചോദിച്ചു. കൊച്ചുപറമ്പന് ഇല്ലെന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ അവര് വരികയല്ല. എന്നാന്നറിയാവോ? ഞാൻ കയറി ഇടപെടും. അതുകൊണ്ട് ഞാൻ ആ കേസ് വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് 2 വർഷം കൂടുമ്പോൾ റോഡ് പണിയുന്നു, ടാർ ചെയ്ത് വരുന്നു. ഈ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ ഈ തത്വം ഉണ്ടല്ലോ എല്ലാം ഒന്ന് തന്നെയാ. ഈ പണിയുന്നതിന് പുതിയതായിട്ട് പണിതതിന്റെ കാശ് മേടിക്കും. ഇതാണ് ഇപ്പം നടക്കുന്നത്. എന്നാന്ന് ചോദിച്ചാല് ഒരു ചെരുപ്പ് മേടിച്ചാലും പെട്ടെന്ന് പോയാലേ അതിന്റെ കാശ് കിട്ടുള്ളൂ. 1 വർഷത്തേക്ക് ഒരു ചെരുപ്പായിട്ട് തരിക എന്ന് പറഞ്ഞ പോലെയാണ് റോഡ് പോയാൽ വീണ്ടും പുതുതായിട്ട് പണിന്ന് കാശ് മേടിക്കുന്നത്. അപ്പം അതായത് 20 വർഷം കിടക്കേണ്ട റോഡ് 10 പ്രാവശ്യം ചെയ്താൽ എത്ര വരും? ആ 10 ലാഭിച്ചാലോ? നമ്മുടെ നാട് രക്ഷപ്പെട്ടു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പാലായില് ശരിക്കും ഉണ്ടല്ലോ ഈ പാലായിലെ ഈ ഓസ്കാർ മാണി അടുക്കള എഴുത്തള്ളി. അവനെ വേണ്ട. കാരണം KM മാണിയും ഒരു കള്ളനായിരുന്നെങ്കിലും കുറച്ച് മാന്യത ഉണ്ടായിരുന്നു. വലിയ പെരും കള്ളനാ. ഇവനെ ആർക്കും വേണ്ട. പിന്നെ പോയിട്ട് മാനസിക ആരൊക്കെ ഉണ്ടല്ലോ ഞാനൊന്ന് പറയാം. ഈ 2020 ഒക്കെ നിർത്തുവാണെങ്കിൽ ഡിജോ കാപ്പനെ നിർത്താമെങ്കിൽ ജയിക്കും. എനിക്ക് പണ്ടുമല്ല അറിയാവുന്നതാ. മാന്യനാ. ഈ 2020 അവരെ പോലെ ഉള്ളവരെ പിടിക്കണം. ആ ഡിജോ കാപ്പനൊക്കെ മാന്യനാ, വളരെ ഡീസന്റാ. എന്റെ പഞ്ചായത്തുകാരനോ എനിക്കറിയാവുന്നതാ. ആ പറഞ്ഞു എന്റെ മീനച്ചി പഞ്ചായത്തുകാരനാ. അതുകൊണ്ട് ഇവരൊന്ന് ഇറങ്ങി കളിച്ചാൽ മതി, ജയിക്കും. കാരണം 10 പേരോട് ചോദിച്ചാൽ 8 പേരും പറയുന്നത് ഇനി ഒരാൾ വരണം, അത് 2020 പോലെയുള്ളവർ വരണം. ഇവർക്ക് അവരുടെ വില മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അല്ല വിളിക്കണ്ടെന്ന് ഞാൻ ഓർത്തത്. വേറെ ഒന്നും കൊണ്ടും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു ജനങ്ങളാണ് നമ്മുടെ കേരളത്തില്. ഇപ്പൊ എന്നാ കുറെ മാറ്റം വന്നു. ഇപ്പൊ നിങ്ങളോടുള്ള പ്രതികരണം ഞാൻ ദിവസം കേട്ടോണ്ടിരിക്കുക. അപ്പം ഓരോരുത്തരും വിളിച്ചു. അതുകൊണ്ട് ഞാനങ്ങ് വിളിച്ചതാ. ഇനി ചെയ്യേണ്ട ഇവരൊന്ന് ഇറങ്ങി കളിച്ചാൽ മതി. വേണ്ട രീതിയില്ല. കേസൊന്നും വിഷയമല്ല. കേസില്ലാതെയാണോ ഈ ലോകം? കേസൊന്നും വിഷയമല്ല. ഞാൻ അതുപോലെ ഈ കേരള കോൺഗ്രസിന്റെ പോലെ നടന്നവൻ ആ റോഡ് പണി ഒറ്റ കേസാല് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇവന്മാർക്ക് 50,000 രൂപ കമ്മീഷൻ കൊടുത്തില്ലെന്ന്. പാലായില് ഇതുകൂടെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പാലായിൽ ഒരു പൂവൽ ജോസിക്കുട്ടിയുണ്ട്. KM മാണിയെ സർവ്വ ഏത് പെണ്ണു കേസോ കഞ്ചാവ് കേസോ ഉണ്ടെങ്കിലും ഒതുക്കുന്ന ഒരു ജോസിക്കുട്ടിയുണ്ട്. അവനാ വന്ന എന്റെ റോഡ് പണിക്ക് കമ്മീഷന് കൊടുക്കാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട്
14 ദിവസം കഴിയേണ്ട റോഡ് 6 ദിവസമായപ്പോൾ അവൻ തുറന്നു കൊടുപ്പിച്ചു. പാലായിൽ നിന്ന് ഒരു പോലി ജോസുകുട്ടി. എന്റെ പേര് വെച്ചെന്ന് പറഞ്ഞാൽ ഇവനൊക്കെയാ കേരള കോൺഗ്രസ് നിയന്ത്രിക്കുന്നത് പാലായില്. അവനെ തുറന്നു കൊടുപ്പിച്ചത് എനിക്കുണ്ടായ നാണക്കേട് ചില്ലറയല്ല. പക്ഷെ ഞാൻ എന്നാ ചെയ്യാനാ, പോലീസും എല്ലാം അവരുടെ സൈഡായിരുന്നു. പേടിയൊന്നുമില്ലോ? ഒരു പേടിയില്ല. ഇത് സത്യമായ കാര്യം, അതിന് തെളിവുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചത്, ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തോളാൻ പറഞ്ഞു. ആ പോലി ജോസുകുട്ടി എന്ന് പറയുന്ന ഒരുത്തന് വന്ന് അവനൊരു എഴുത്ത് കൊടുത്തു വിട്ടു. അവിടെ ഒരു കല്ലാനിക്ക് ബേബിക്ക് ഇത് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എഴുത്തൊന്നും എനിക്ക് തരണ്ടെന്ന് പറഞ്ഞു. ഞാനായിരുന്നു റോഡിന്റെ കൺവീനർ. അപ്പൊ സമ്മതിച്ചില്ല, ഇവര് ഗുണ്ടകളെ ഇറക്കി റോഡ് തുറന്നു. അതായത് 18 ദിവസം കിടക്കേണ്ട റോഡ് 8 ദിവസമായപ്പോൾ തുറന്നു ഇവന്മാര് ബലമായിട്ട്. എനിക്ക് ആ പ്രതികരണം എന്നും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. യുവമാർ എന്റെ രോമത്തെ തൊടുകയല്ല, ധൈര്യമായിട്ട് വിട്ടു. ഇത് ഇങ്ങനെ പ്രതികരിച്ചില്ല, നാട് രക്ഷപ്പെടുകയല്ല ഉണ്ടാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.